die. Welcome to my dark side. Take a step into the heaven. Look around the scene, even I have a bit. I'm walking along the contact and losing my mind. I'm breathing the madness. My devils, they whisper in my ear. Definitely on my fears. I'm living in a nightmare. ഭയത്തോടുകൂടി കട്ടിലിരുന്ന് നോക്കുന്ന ആ രണ്ട് ഉണ്ടക്കണ്ണുകൾ കണ്ട് പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ആദം മെല്ലെ കട്ടിലിനരികിലേക്ക് ചെന്നു. ആദം മെല്ലെ ജീവിക്കുന്ന ഭാഗത്തെത്തിയതും തലകുനിച്ച് മുഖം അവളുടെ മുഖത്തോടടുപ്പിച്ച് രൂക്ഷമായി തന്നെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, You can't escape from me. Don't forget that. അവളുടെ ചെവിയോരമായി പറഞ്ഞതിന് ശേഷം മെല്ലെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും ഭയന്ന് വിറച്ചിരിക്കുന്ന ജീയാണ് ആദം കാണുന്നത്. മാറിൽ കൈ പിണച്ചു കെട്ടി അവളിൽ നിന്നും മെല്ലെ അകന്ന് നിന്നതിന് ശേഷം രൂക്ഷമായി തന്നെ ജീയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുമുണ്ട്, അതിനൊക്കെ മറുപടി തരാനുമുണ്ട്. അതൊക്കെ നീ ഈ അവസ്ഥയിൽ നിന്നും റിക്കവറായതിന് ശേഷം. നിന്റെ ഭാഗത്തൊരു തെറ്റുമുണ്ടാകരുതെന്ന സർവേശ്വരനോട് പ്രാർത്ഥിക്കും. ആദത്തിന്റെ വാക്കുകൾ ഒരു വെള്ളിരി പോലെയാണ് ജിയുടെ കർണപടത്തിലേക്ക് തുളച്ചു കയറിയത്. ഭയത്തോടുകൂടി കണ്ണു മിഴിച്ചുകൊണ്ട് അവൾ ആദത്തിനെ കണ്ണ് കെട്ടാതെ നോക്കി നിന്നു. അവനും അവളെ നോക്കി നിന്നതിന് ശേഷം മെല്ലെ വാർഡ്രോബിനരികിലേക്ക് പോകാൻ ശ്രമിക്കവെയാണ് ജിയുടെ ശബ്ദമുയർന്നത്. മാഫിയാസിനിടയിൽ മാത്രം സുപരിചിതമായ നാമം അവളുടെ വായിൽ നിന്നുതിർന്നതും സംശയത്തോടുകൂടി അവൻ തിരിഞ്ഞു നോക്കി. അങ്ങനെ ഒരു പേരുണ്ടല്ലേ സാറിന്? മറ്റുള്ളവർ ഭയപ്പെടുന്നൊരു പേര്, ഒരു ദുഷ്ടതയുള്ളൊരു പേര്. എനിക്കറിയാം തെറ്റ് ചെയ്താൽ ഇവിടെയുള്ള ശിക്ഷ എന്താണെന്ന്. എങ്കിലും കള്ളം പറയാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് സത്യം പറയാം, ഞാൻ അറിഞ്ഞോണ്ട് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ച. മുറിഞ്ഞു പോകുന്ന അവളുടെ വാക്കുകൾ അവൻ വളരെ ശ്രദ്ധയോടെ തന്നെ കേട്ടു നിന്നു. തന്നോട് കള്ളം പറയാതെ സത്യം പറയുന്ന പെണ്ണിനോട് അവൻ അനുകമ്പയൊന്നും തോന്നിയില്ലെങ്കിലും വെറുപ്പുണ്ടായതേയില്ല. വീണ്ടും അവളുടെ വാക്കുകൾക്ക് ചെവിയോർത്ത് അവൻ മെല്ലെ തൻ്റെ ഇരു പോക്കറ്റുകളിലും കയ്യുമിട്ടുകൊണ്ട് ശ്രദ്ധയോടുകൂടി അവളെ തന്നെ നോക്കി നിന്നു. ഞാൻ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. പക്ഷെ എന്റെ സ്ഥാനത്ത് സാറാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ? പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുമ്പേ കാറ്റ് പോലെ തന്നെ അവൻ അവളുടെ അരികിലേക്കെത്തി. അവളുടെ മുടിക്ക് പിടിച്ച് മുഖം തന്നോട് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ചുണ്ടുകൾ തൊട്ടില്ല എന്നൊരവസ്ഥയിൽ. ഞാൻ ഒരിക്കലും ശത്രുക്കളുടെ കൂട്ട് പിടിക്കില്ലടി. അവർക്ക് ചാരപ്രവർത്തി ചെയ്യാൻ വേണ്ടി വീണ്ടും തിരിച്ചു വന്നതും പോരാഞ്ഞിട്ട് ഞാൻ രണ്ട് കൈയും നീട്ടി നിന്നെ സ്വീകരിക്കണമെന്നാണോ പറയുന്നത്? ആദത്തിന്റെ വാക്കുകൾ അവൾ ആദ്യമായി കേൾക്കുന്നത് പോലെ കണ്ണുമിഴിച്ചു. അത്ഭുതത്തോടുകൂടി അവന്റെ മുഖത്തേക്ക് നോക്കി പതറാതെ പറഞ്ഞു, ചാരപ്രവർത്തി ഞാനൊരിക്കലും, എനിക്ക് മനസ്സിലാകുന്നില്ല സാർ എന്തായി പറയുന്നത്. ഞാൻ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. വലം കൈ കൊണ്ട് ജിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു നിന്നിരുന്ന ആദം ഒരു നിമിഷം പോലും കളയാതെ ഇടം കൈ കൊണ്ട് ജിയുടെ വലം കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, പിന്നെ എന്താ ഇതൊക്കെ? നീ കൂടെ അറിഞ്ഞുകൊണ്ടല്ലേ ഈ കളി ഇവിടെ അരങ്ങേറിയത്? ഉയർത്തിപ്പിടിച്ച വലം കൈയിലേക്ക് ആദം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ഒന്നും അറിയാതെ ജിയ അമ്പരന്നുകൊണ്ട് ആദത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല.
ഇതെങ്ങനെയാണ് ഈ മുറിവ് വന്നതെന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ വന്ന് കണ്ണു തുറന്നു നോക്കുമ്പോഴാ ഞാൻ ഈ മുറിവ് കാണുന്നത്. എന്നെ വാനി കയറ്റി കൊണ്ടുപോയപ്പോൾ ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ഞാൻ അയാളെ വിളിച്ചപ്പോ കൂടെ പോയത്. അല്ലാതെ അവളുടെ തലമുടിയിലെ പിടുത്തം മുറുകിയതും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ വിടുവിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ആദത്തിന്റെ ബലിഷ്ഠമായ കൈകളെ തോൽപ്പിക്കുവാൻ ജിയയ്ക്കായതേയില്ല. അവസാനം വാടി തളർന്നതുപോലെയായി ആ പാവം പെൺകുട്ടി. കാലുകൾക്ക് തളർച്ച പോലെ തോന്നി അവൾ താഴേക്ക് വീഴാൻ ഭാവിച്ചതും പെട്ടെന്ന് തന്നെ ആദത്തിന്റെ ഇടത് കൈ അവളുടെ അരക്കെട്ടിലേക്ക് ചുറ്റിപ്പിടിച്ചു. പെട്ടെന്നുള്ള പിടുത്തത്തിൽ അവന്റെ ബലിഷ്ഠമായ കൈവിരൽ അവളുടെ അണിവയറിനെ തൊട്ടു. നഗ്നമായ അണിവയറിലേക്ക് അവന്റെ കൈകൾ പതിഞ്ഞതും ഒരു പിടച്ചിലോടുകൂടി ജിയയുടെ കണ്ണുകൾ അവന്റെ മുഖത്തേക്ക് പതിഞ്ഞു. ഭയത്തോടുകൂടി തന്നെ നോക്കുന്ന ആ മാൻപേട മിഴികളെ അവന് തള്ളിക്കളയാനേ ആയില്ല. അവൻ പോലും അറിയാതെ ജിയയുടെ മുഖത്തേക്ക് അവന്റെ മുഖം അടുപ്പിച്ചു വന്നു. ചുണ്ടുകൾ തൊട്ടില്ല എന്ന അവസ്ഥയിലെത്തിയതും ഇരുവരുടെ ഈ ശ്വാസവും ഇടകലർന്നതുപോലെയായി. ഒരു നിമിഷം പോലും വൈകാതെ ജിയയുടെ ചുണ്ടുകളെ ആദത്തിന്റെ ചുണ്ടുകൾ സ്വന്തമാക്കി. അകന്നു മാറുവാൻ ജിയ പലതവണ ശ്രമിച്ചെങ്കിലും പരാജയം മാത്രമാണ് ഉണ്ടായത്. അവന്റെ ആ കാരിരുമ്പ് പോലുള്ള കരുത്തിൽ അവൾ തളർന്നു വിവശയായി നിന്നു. തണ്ടൊടിഞ്ഞ താമര പോലെ താഴേക്ക് വീഴുവാൻ ഭാവിച്ച ആ വിവശയായ പെണ്ണിനെ അരക്കെട്ടിനോട് അമർത്തി പിടിച്ചുകൊണ്ട് അവൻ തന്നിലേക്ക് ചേർത്ത് നിർത്തി. മെല്ലെ ചുണ്ടുകളിൽ നിന്നും വിടുവിച്ചു. ആദം കണ്ണു തുറന്ന് ജിയെ നോക്കിയതും കലങ്ങിയ കണ്ണുകൾ മാത്രമാണ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്നും ചെയ്യരുതെന്ന് കരുതിയതാണ്, പക്ഷെ നിന്റെ നാവാണ് നിന്നെ ചതിച്ചത്. ഇതപ്പോടുകൂടി ആദം ജിയുടെ ചെവിയോരം ചേർന്ന് പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം ആദത്തിനെ ഞെട്ടിച്ചുകൊണ്ട് ജിയ അവന്റെ മാറിലേക്ക് തളർന്നു വീണു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് അവൻ ഓർത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ ആര്യൻ അവിടെ എത്തിയിരുന്നു. അയ്യോ, എന്തു പറ്റി? ആദത്തിന്റെ റൂമിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നു വരാൻ ശ്രമിക്കവെയാണ് തളർന്ന് ആദത്തിന്റെ നെഞ്ചിൽ കിടക്കുന്ന ജിയെ ആര്യൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്ത് ചിരിമാഞ്ഞ് അവിടെ പരിഭ്രമം സ്ഥാനം പിടിച്ചു. ഭയത്തോടുകൂടി ആദത്തിനരികിലേക്ക് വന്നുകൊണ്ട് ആര്യൻ ചോദിച്ചു, എന്തു പറ്റി സാർ? സാറിനി എന്തെങ്കിലും? വെപ്രാളത്തോടുകൂടി ചോദിക്കുന്ന ആര്യനെ വകവെക്കാതെ ആദം ജിയെ തന്റെ ഇരു കൈകളിലുമായി വാരിയെടുത്തുകൊണ്ട് കട്ടിലിലേക്ക് കിടത്തി. ബെഡിലേക്ക് സുരക്ഷിതമായി കിടത്തിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു പുതപ്പെടുത്ത് അവളുടെ അരക്കെട്ട് വരെ അവൻ പുതച്ചു കൊടുത്തു. അതിനുശേഷമാണ് ആര്യന് നേരെ തിരിഞ്ഞു നിന്ന് ആദം ചോദിക്കുന്നത്, നീ എന്താ ഇവിടെ? ഗൗരവത്തോടുകൂടി ആദം ചോദിച്ചിട്ട് പോലും കൈമുഷ്ടി ചുരുട്ടി തന്റെ ദേഷ്യം അടക്കിക്കൊണ്ട് ആര്യൻ മറുചോദ്യം ചോദിച്ചു. ആ കുട്ടിയുടെ സ്റ്റിച്ച് പൊട്ടിച്ച് അതിനെ വേദനിപ്പിക്കാവുന്നതിന്റെ മാക്സിമം സാർ വേദനിപ്പിച്ചു. ഇത്രയും ക്രൂരത പോരെ സാർ? ഇനി എന്തിനാണ് അതിനെ ഉപദ്രവിക്കുന്നത്? ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്തെന്നതുപോലെ നിന്ന് ചോദിക്കുന്ന ആര്യന്റെ ചോദ്യം കേട്ട് നെറ്റി ചുളിച്ചുകൊണ്ട് ആദം ആര്യനെ തന്നെ നോക്കി നിന്നു. സാർ, ജി ഇവിടെ നിന്ന് പോയതിനാണ് സാർ ആ കുട്ടിയെ പണിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ആദ്യം നമുക്ക് ആ ചിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് മതി. അതുവരെ ആ കുട്ടിക്കൊന്ന് റിലാക്സ്ഡ് ആവാൻ ഒരു ടൈം കൊടുക്കണം പ്ലീസ്. ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇതുവരെ ഒരു കാര്യത്തിലും തനിക്ക് നേരെ എതിർത്ത് നിൽക്കാതിരുന്ന ആര്യൻ ഇപ്പോൾ ജിയുടെ കാര്യത്തിൽ പലതവണയായി തന്നോട് എതിർത്ത് നിൽക്കുന്നത് ഓർത്ത് ആദത്തിന് സംശയമുളവായി. അവൻ അത്ഭുതത്തോടുകൂടി ആര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്കെന്താ ഇവളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്ക്. ആദത്തിന്റെ മറുപടിയിൽ അപ്പോഴാണ് ആര്യന് തന്റെ സ്ഥാനത്തെക്കുറിച്ച് ബോധോദയമുണ്ടായത്.
ഉള്ളിലാദം അവനെ ഒരു സഹോദരനായാണ് കാണുന്നതെങ്കിലും പുറമെ അവനത് പ്രകടിപ്പിക്കാത്തതിൽ ആര്യന് നല്ല അമർഷവുമുണ്ട്. അത് മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു സ്റ്റാഫിനെ പോലെ ആര്യൻ മറുപടി കൊടുത്തു. സർ, ജേക്കബ് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അത് സാറിനോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. പെട്ടെന്ന് ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനം ഞാൻ അറിയാതെ പറഞ്ഞു പോയത് സാർ. സോറി. ആര്യന്റെ വാക്കുകളിലെ ദേഷ്യം വ്യക്തമായി അറിഞ്ഞിട്ടും നിർവികാരതയോടുകൂടി നിൽക്കുന്ന ആദത്തിനെ കണ്ടതും ആര്യന് തന്റെ ദേഷ്യത്തെ അടക്കാനേ സാധിച്ചില്ല. ജേക്കബ് പറഞ്ഞ കാര്യങ്ങളൊന്നും വിടാതെ തന്നെ എല്ലാം ആദത്തിനോട് ആര്യൻ പറയുന്നു. പറഞ്ഞതിന് ശേഷം അല്പം പോലും സമയം കളയാതെ അവിടെ നിന്നും ആര്യൻ ദേഷ്യത്തോടുകൂടി തന്നെ ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം കണ്ടു നിന്നതിന് ശേഷം യാതൊരു ഭാവമാറ്റവുമില്ലാതെ കബോർഡിന് നേരെ തിരിഞ്ഞ് ആദം അവന്റെ വസ്ത്രങ്ങൾ എടുത്തണിയുവാൻ ശ്രമിച്ചു. ഇതേ സമയം സ്റ്റെയർ ഇറങ്ങി താഴേക്ക് ചെല്ലുന്ന ആര്യനാവട്ടെ തന്റെ ദേഷ്യം ആരോട് തീർക്കണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ഇരയെ പോലെ ആലീസ് മുന്നിൽ വന്ന് ചാടുന്നത്. 3 പേർക്കുള്ള കോഫി ട്രേയിലാക്കി കൊണ്ടുവരുന്ന ആലീസ് അപ്പോഴാണ് ആര്യനെ കാണുന്നത്. ഈ ചായ ആദം സാറിന്റെ റൂമിലാണോ പോയത്? ജിയെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞായിരുന്നോ? ആലീസിന്റെ ചോദ്യം കേട്ട് ദേഷ്യത്തിലായിരുന്ന ആര്യൻ അവൾക്ക് നേരെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് അതല്ലേ പണി. എത്രയൊക്കെ ആത്മാർത്ഥതയോടെ നിന്നാലും വേലക്കാരൻ എന്നും വേലക്കാരൻ തന്നെയാ. ഷടാ, ഇതെന്തൊരു കൂത്ത്! പിന്നെ എനിക്ക് നിങ്ങളെ ജില്ലാ കളക്ടർ ആക്കാൻ പറ്റുമോ? അല്ലേ, +2 കുസ്തിയും കൊണ്ട് നടക്കുന്ന നിങ്ങളെ ഞാൻ ഇപ്പൊ തന്നെ IAS ഓഫീസർ ആക്കി തരാം. നിങ്ങളും വിലക്കാരൻ തന്നെയാ, ഞാനും വിലക്കാരി തന്നെയാ. അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട. വേണമെങ്കിൽ ഈ കോഫി പിടിക്കും. എനിക്ക് മേളിൽ ചെന്ന് പ്രീസ് ആന്റിക്കും പിന്നെ ഈ ഇരിക്കുന്ന കോഫി ആദം സാറിനും കൊടുക്കണം. ഈ +2 കാരനെന്നും പറഞ്ഞ് അത്രയ്ക്ക് നീ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിഗ്രിക്കാരിയെ നിന്നേക്കാളും എന്തുകൊണ്ടും മെച്ചം തന്നെയാ ഞാൻ. പിന്നെ ആദം സാറ് മേളിൽ തന്നെയുണ്ട്, കൊണ്ടില്ല വേഗം തന്നെ. അതും പറഞ്ഞ് ട്രേയിൽ നിന്നൊരു കോഫിയും എടുത്ത് ആര്യൻ സോഫയിലേക്ക് മാറിയിരുന്നു. ഇതേ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് നിന്ന ആലീസ്, ഈശ്വര, ഇനി ആദം സാറുമായിട്ടെങ്ങാനും ഇങ്ങേര് ഉടക്കിയോ? ഇങ്ങേര് ഈ കലിപ്പാണെങ്കിൽ ആദം സാർ അതിനപ്പുറമായിരിക്കും. ആ സാധാരണ മുന്നിൽ പോയി പെടുന്നതിനേക്കാളും നല്ലത് പോകാതിരിക്കുന്നതാ. ട്രീസ് ആന്റിക്ക് ഒരു കമ്പനി കൊടുക്കാൻ ഈ കോഫി ഞാൻ തന്നെ കുടിച്ചോളാം. വെറുതെ ആദം സാറിന്റെ വായി പോയി ചാടണ്ട. ട്രീസ് ആന്റി, കോഫി! അതും പറഞ്ഞ ആലീസ് മുകളിലത്തെ പടവ് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. അതും നോക്കി തലയിൽ കൈവച്ചുകൊണ്ട് ആര്യനും. ഇതേ സമയം ആദമിന്റെ മുറിയിൽ കബോർഡ് തുറന്നതും ആദം കാണുന്ന കാഴ്ച, കബോർഡിനുള്ളിലെ വിശാലമായ അറയിൽ തന്റെ 10ഓ 12ഓ വസ്ത്രങ്ങൾ ഹാങ്ങിൽ തൂങ്ങിക്കിടന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പകുതി ഭാഗം ജിയുടെ പുതിയ വസ്ത്രങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. താഴെയുള്ള ഷെൽഫിന്റെയും അവസ്ഥ വിഭിന്നമല്ല. മെൻസ് പെർഫ്യൂമും ഹെയർ ജെൽസുമൊക്കെ വിശാലമായി വിഘടിച്ചിരുന്നയിടത്ത് ഇപ്പോൾ ഒരു വശത്ത് ലേഡീസ് മേക്കപ്പും സ്കിൻ പ്രൊട്ടക്ഷൻ ഐറ്റംസും കൊണ്ട് സമ്പന്നം. ഏറ്റവും അടിത്തട്ടിലോ തൻ്റെ ഷൂറാക്കുകളിൽ പകുതിയും ജിയുടെ സ്ലിപ്പേഴ്സ് ഇടം പിടിച്ചു. ഒരു നിമിഷം ഇതിലേക്കെല്ലാം നോക്കി നിന്നതിനു ശേഷം വീണ്ടും ആദത്തിന്റെ കണ്ണുകൾ ജിയ കിടക്കുന്ന സ്ഥാനത്തേക്ക് പോയി. ബോധമില്ലാതെയാണെങ്കിലും അവളുടെ ആ കിടത്തം കാണുവാൻ ഒരു വല്ലാത്ത ഭംഗി തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ ആദത്തിന് ദേഷ്യമൊന്നും തോന്നിയില്ല. ആദം അവൻ ആവശ്യമായ വസ്തുക്കൾ മാത്രം കബോർഡിൽ നിന്നും എടുത്തതിന് ശേഷം മെല്ലെ അതടച്ചു. ഡ്രസ്സെല്ലാം മാറി റെഡിയായതിനു ശേഷം വീണ്ടും ആദം കട്ടിലിനരികിലേക്ക് ചെന്നു. ജിയെ കിടക്കുന്നത് അല്പനിമിഷം നോക്കി നിന്നതിന് ശേഷം അവൻ പോലും അറിയാതെ മെല്ലെ അവൻ കുനിഞ്ഞു ചെന്ന് അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. ചുംബിച്ചു മാറിയതിന് ശേഷമാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത് തന്നെ. താൻ കാണിച്ച പ്രവൃത്തി എന്താണ്? തനിക്കിതെന്താണ് സംഭവിക്കുന്നത്? ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാൻ അറപ്പുണ്ടായിരുന്ന താൻ ഇന്ന് ജിയുടെ വരവോടുകൂടി വല്ലാതെ മാറുന്നുണ്ട്. തീരെ ഇഷ്ടമല്ലാത്ത ട്രീസയെ പോലും ഈ വീട്ടിൽ കഴിയുവാൻ അനുവദിച്ചതിന്റെ രഹസ്യം ജിയ്ക്ക് കൂടി വേണ്ടിയാണ്. നിയന്ത്രണം വിട്ട് താൻ അറിയാതെ ജിയെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചാൽ തന്നെ തടയുവാൻ ധൈര്യമുള്ള വ്യക്തി ട്രീസ മാത്രമാണെന്ന സത്യം അവൻ ഓർത്തെടുത്തു. എന്നിരുന്നാലും അവനവൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, ഒരിക്കലും ജിയോട് തനിക്ക് പ്രണയമില്ല. തൻ്റെ കുഞ്ഞിനെ ജന്മം നൽകുവാൻ മാത്രമുള്ള സരോഗസി മദറോടുള്ള അനുകമ്പ മാത്രമാണിത്. അതിനെ പ്രണയമായി താൻ തന്നെ തെറ്റിദ്ധരിക്കുന്നതാണെന്ന് അവൻ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു.
ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ആദം മയങ്ങിക്കിടക്കുന്ന ജിയുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു. എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച ശേഷം നിന്നെ ഞാൻ പൂർണ്ണമായും സ്വതന്ത്രയാക്കും. പിന്നീട് ഒരിക്കലും ജിയുടെ ജീവിതത്തിലേക്ക് ആദം കടന്നു വരില്ല. അവൻ മെല്ലെ പറഞ്ഞതിന് ശേഷം മുറി വിട്ടിറങ്ങി പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ അബോധാവസ്ഥയിൽ തന്നെ കിടക്കുകയായിരുന്നു ജിയ. എന്നാൽ ഇതേ സമയം വിരാജ് ഭാട്ടിയുടെ മാൻഷനുള്ളിൽ മൈക്രോ ചിപ്പിന്റെ സഹായത്താൽ സന്ദേശങ്ങളൊന്നും തന്നെ കേൾക്കാൻ സാധിക്കാതെ ടെൻഷനിൽ ഇരിക്കുകയായിരുന്നു വിരാജ്. What the hell? ഈ സാധനം അങ്ങനെ എനിക്ക് കംപ്ലൈന്റ് ആണോ? ഒന്നും തന്നെ കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ. തന്റെ വയർലെസ് ഇയർഫോൺ ചെവിയിൽ വെച്ചും എടുത്തും പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വിരാജ്. ഇതേ സമയം അവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ലിസ പറഞ്ഞു, ഡാർലിംഗ്, ടെൻഷൻ അടിക്കാതെ മെല്ലെ സാവകാശം തന്നെ ചെക്ക് ചെയ്യാം. എന്തായാലും എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കംപ്ലൈന്റ് ആയിരിക്കും. നോ ലിസ, ടെൻഷൻ അടിക്കാതെ എങ്ങനെ ഇരിക്കും? എന്റെ സംശയം ഇനി ആദം അങ്ങനെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടാകുമോ എന്നാണ്. ഹേയ്, ഡോണ്ട് വറി ഡാർലിംഗ്, അതിനുള്ള ചാൻസ് വെറും 0% മാത്രമാണ്. അങ്ങനെ എങ്ങാനും ആദം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഇപ്പൊ ഇവിടെ എത്തിയേനെ. നമ്മുടെ രണ്ടുപേരുടെയും കൊരവള്ളിക്ക് തന്നെ പിടിച്ചോണ്ട് നിന്നേനെ അവനിപ്പോ. യു ആർ റൈറ്റ് ലിസ, ബട്ട് ഇതൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. ഈ ചിപ്പിന് ഒരിക്കലും കംപ്ലൈന്റ് വരാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. ഈ ചിപ്പിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ഇത് വാട്ടർ പ്രൂഫും ആൻഡ് ഫയർ പ്രൂഫും ഒക്കെയാണ്. ഹീറ്റ് എങ്ങനെയും ഇത് റെഡ്യൂസ് ചെയ്യും. അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും വിരാജ് ഇത് വർക്ക് ചെയ്യാത്തത്, നമുക്കൊന്നും കേൾക്കാൻ സാധിക്കാത്തത്? അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ആദം.